മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈൽഡ് കാർഡിൻ്റെ പണിപ്പുര ടാസ്ക് എല്ലാം കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് ഇരിക്കാൻ നമ്മുടെ അനീഷന് സ്ഥലം കൊടുക്കാതെ ആദിലയും നൂറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിപ്പിക്കുന്നത്. അവർ 2 ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ് ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷേട്ടൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് ഇരിക്കാൻ സ്ഥലം തരുന്നില്ല, എന്നെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ബിഗ് ബോസ് എന്നെ ഇവരൊരു കളിപ്പാവയെ തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണ്. ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ തീരുമാനം വരുത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോളും അനീഷേട്ടന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടല്ലേന്ന്. അപ്പോഴേക്കും ഷാനവാസ് അതിൽ കയറ്റി പിടിക്കുന്നുണ്ട്. നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നീ വെറുതെ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്ന അനുമോള് പറയുന്നുണ്ട്. ആ സമയത്തേക്ക് നീ എന്നെ മാന്തിയതല്ലേ, നീ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മസ്താനി അവിടെ നിന്ന് പറയുന്നുണ്ട് താൻ പോടോന്ന്. പിന്നെ അവർ തമ്മിലായി താൻ പോടോ എന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് പറഞ്ഞിട്ട് നീ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ് ജിഷനും പ്രവീണും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട്. ജിഷനും ഷാനവാസിനെതിരെ തിരിഞ്ഞിട്ട് നിന്നെ ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്തതാണ്, ഇവിടെ ബാഡ് വേർഡ് ഉപയോഗിക്കരുതെന്ന്, നിൻ്റെ കൂടെ ആരും ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നില്ല, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല, എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാമെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ആ സമയത്ത് ജിഷൻ പറയുന്നുണ്ട്, നീ നിനക്കറിയില്ല എന്നെ, നീ എന്നോട് കളിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസും ജിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ ഫൈറ്റാണ്. അതിൻ്റെ ഇടയിൽ കയറി ഷാനവാസ് അനീഷിനെ അത്രയും അനീഷ് കള്ളനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനൊരു മനുഷ്യത്വമുണ്ട്, ഷാനവാസിന് അത് തീരെയില്ല. ഷാനവാസ് പല സമയത്തും അനീഷിനെ ഇപ്പോൾ കുത്താനാണ് ശ്രമിക്കുന്നത്. ഷാനവാസ് എന്നിട്ട് അനീഷിനെ മോശപ്പെട്ട രീതിയിൽ കള്ളനാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അനീഷ് പക്ഷേ പ്രശ്നത്തിൽ വരുമ്പോഴേക്കും ഷാനവാസ് അവിടെ പോയിരിക്കുമെന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അക്ബറും വരുന്നുണ്ട്. പക്ഷെ വേറെ ഒരാൾ പോലും ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാനോ പരിഹരിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. എല്ലാവരും അവിടെ ചിരിച്ചുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്.